السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിലുള്ള നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ഉത്തമമായ ഒരു കുടുംബത്തിൽ നിന്നും ഒരു നാട്ടിൽ നിന്നും തിരഞ്ഞെടുത്തതുപോലെ ആ പ്രവാചകൻ്റെ കൂടെ സഹവസിക്കാൻ അനുയോജ്യമായ ഒരു തലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലൊക്കെയോ പ്രവാചകൻ്റെ കൂടെ കൂടിയതല്ല. പ്രവാചകൻ്റെ അസ്ഹാബ് അല്ലെങ്കിൽ സ്വഹാബികൾ, അവരെ എല്ലാവരെയും അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളാണ് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വാചകം, കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ അവർ ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല ഖൽബിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നവർ. വഅഅമഖഹാ ഇൽമ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ആഴത്തിൽ അറിവുള്ള ഇൽമുള്ള ആളുകളായിരുന്നു പ്രവാചകൻ്റെ സ്വഹാബികൾ. വഅഖല്ലഹാ തകല്ലുഫ, അവർ ഏറ്റവും വളരെ കുറഞ്ഞ കാട്ടിക്കൂട്ടലുകൾ ഇല്ലാത്ത ആളുകളായിരുന്നു അവർ. തുടർന്നുകൊണ്ട് പറയുന്നത്, ഖൗമുൻ, ആരാണ് സ്വഹാബികൾ? ഇഖ്താറഹുമുല്ലാഹു അസ്സ വജല്ല, അവരെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. ലിസുഹ്ബത്തി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വനഖ്ലി ദീനിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീന് പ്രചരിപ്പിക്കാനും അതേപോലെ തന്നെ ആ പ്രവാചകൻ്റെ സുഹ്ബത്ത്, പ്രവാചകൻ്റെ കൂടെ സഹവസിക്കാനും അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാണ് സ്വഹാബികൾ ഓരോരുത്തരും എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ചില കാര്യങ്ങൾ നാം കേട്ടത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും നല്ല ഉത്തമമായ സമുദായം എന്ന് പറയുന്നത് അത് എൻ്റെ സമൂഹമാണ്, അല്ലെങ്കിൽ സ്വഹാബികളാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ, ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ള, ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള, ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ദീനിനോട് ബന്ധമുള്ളവർ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആളുകൾക്ക് ദീനിൻ്റെ കാര്യത്തിൽ അവലംബമായിട്ടുള്ളത് ഈ സ്വഹാബികളാണ്. മതത്തിൽ ഒരു കാര്യം ചെയ്യണോ വേണ്ടേ, അവലംബിക്കേണ്ടത് സ്വഹാബികളെയാണ്. ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്, പഠിക്കേണ്ടത് സ്വഹാബികളിൽ നിന്നാണ്. ഏറ്റവും നല്ല ചിന്തകൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല വിശ്വാസം ഏതാണ്, ശരിയായ അഖീദ, ശരിയായ വിശ്വാസം, ശരിയായ കർമ്മം, അങ്ങനെ മതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് സ്വഹാബികളിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബികളുടെ മഹത്വം ഖുർആനിലുടനീളം ഒരുപാട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ആയത്ത് ഇന്നത്തെ ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായി. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഈ ദീനിലേക്ക് ആദ്യമേ മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബികൾ. മുഹാജിറുകൾ നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ
ഹിജറ ചെയ്ത ആളുകളാണ് മുഹാജിറുകളായ സ്വഹാബികൾ എന്ന് പറയപ്പെടുന്നത്. ആരാണ് അൻസാരികൾ? അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ ഈ മുഹാജിറുകളായ സ്വഹാബികളെ സ്വീകരിച്ച മദീനയിലുണ്ടായിരുന്ന സ്വഹാബികളാണ് അൻസാരികൾ എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് വിഭാഗം സ്വഹാബികളും വല്ലദീന തബഊഹും ബി ഇഹ്സാൻ, അതേപോലെ ആ സ്വഹാബികളെ പിന്തുടർന്ന ആളുകളും റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരുടെ ഏറ്റവും വലിയ മഹത്വം എന്താ? അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരല്ലാഹുവിനെയും അള്ളാഹു അവരെയും ഈ ദുനിയാവിൽ തന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഖുതുബയിൽ ഖതീബ് പ്രത്യേകമായ സ്വഹാബികളെക്കുറിച്ച് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നു സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം മോശമായ രൂപത്തിൽ പറയുന്ന ആളുകളുണ്ട്. സ്വഹാബികളെ വിശേഷിപ്പിക്കുന്ന സമയത്ത് മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും കാണിക്കാത്ത ആളുകളുണ്ട്. അവരോടൊക്കെയായിക്കൊണ്ട് ഇന്നത്തെ ഖുതുബയിൽ നാം കേട്ട ചില വാചകങ്ങളുണ്ട്. അവർ നമ്മളെ ഈ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്തിൻ്റെ വിളക്കുമാടങ്ങളാണവർ. ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസവും അവരുടെ കർമ്മവും അവരുടെ സ്വഭാവവുമാണ് നാം പഠിക്കേണ്ടത്. അവരാണ് ഈ ഉമ്മത്തിന് കൈമാറി നമുക്ക് ലഭിച്ച ഈ ദീൻ. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മതമുണ്ടല്ലോ, ദീനുണ്ടല്ലോ, നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ദീൻ, ഇത് നമുക്ക് കൈമാറി തന്നത് ആ സ്വഹാബികളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ രാത്രിയും പകലും പ്രവാചകന്റെ സദസ്സിലിരുന്ന് ഹദീസുകൾ പഠിച്ചു, ഖുർആൻ പഠിച്ചു മനസ്സിലാക്കി. അത് അവരുടെ അടുത്ത തലമുറകളിലേക്ക് അവർ മാറ്റി കൈമാറി തന്നതുകൊണ്ടാണ് ഇന്ന് വളരെ ഭംഗിയായിക്കൊണ്ട് ആ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഖതീബ് പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യമാണ് വലാ അമലൻ സാലിഹൻ ഇല്ലാ അമിലൂഹ്. ആ സ്വഹാബികൾ പ്രവർത്തിക്കാത്ത ഒരു പ്രവർത്തനം പോലുമില്ല. ഒരു സാലിഹായ അമലുണ്ടെങ്കിൽ അത് സ്വഹാബികളിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ഒരു നന്മയുടെ വാതിലുണ്ടെങ്കിൽ സ്വഹാബികളിൽ ആരെങ്കിലും ആ വാതിൽ തുറന്നു പോയിട്ടുണ്ടാകും. മാത്രമല്ല അവരുടെ അമലുകളെ കുറിച്ച് പറഞ്ഞത് ധാരാളമായി അമലുകൾ ചെയ്തവരാണ് സ്വഹാബികൾ എന്നാണ്. അമലുകൾ ചെയ്യാത്തവരോ അമലുകൾ കുറഞ്ഞവരോ അല്ല സ്വഹാബികൾ. ധാരാളമായി സ്വാലിഹായ അമലുകൾ ചെയ്തവരാണ് ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ സ്വഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് തുടർന്നുകൊണ്ട് പറയുന്ന വല്ലദീന മഅഹു, ആ പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ അശിദ്ദാഉ അലൽ കുഫാർ, അവർ കാഫിരീങ്ങളോട് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നവരും വറുഹമാഉ ബൈനഹും, അവർക്ക് പരസ്പരം അവർക്കിടയിൽ അവർ പരസ്പരം കാരുണ്യം കാണിച്ചിരുന്നവരുമാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബികളെ കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തുടർന്നുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ സ്വഹാബികളെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും സ്വഹാബികൾക്കുമിടയിലുള്ള ഒരു ബന്ധം വിശദീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ ആകാശത്തിന് ഒരു നിർഭയത്വമാണ്. അഥവാ ആകാശം നിലനിൽക്കുന്നത് ആ നക്ഷത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്, ആ നക്ഷത്രങ്ങളില്ലാതെയായാൽ ആകാശങ്ങൾക്ക് വിധിക്കപ്പെട്ടത് വരും, അഥവാ ആകാശങ്ങൾ പൊളിഞ്ഞു പോകും. ഇനിയോ വഅന അമനത്തുൽ അസ്ഹാബി, പ്രവാചകൻ പറയാണ്, ഞാൻ എൻ്റെ സ്വഹാബികൾക്കുള്ള ഒരു നിർഭയത്വമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ വഫാത്തായാൽ ഫൈദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ വന്നെത്തും. എന്നിട്ട് പറഞ്ഞു വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബികൾ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ നിർഭയത്വങ്ങളാണ്. ആ സ്വഹാബികൾ ഉള്ളവിടത്തോളം കാലം ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് അനാവശ്യമായ കാര്യങ്ങൾ, ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അത് വിശ്വാസമാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ സ്വഭാവമാകട്ടെ കടന്നു വരികയില്ല. ഫൈദാ ദഹബ അസ്ഹാബി, എൻ്റെ സ്വഹാബികൾ പോയി കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, ആ സ്വഹാബികൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് വിധിക്കപ്പെട്ട കാര്യങ്ങൾ കടന്നു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്. അതുകൊണ്ട് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൻ്റെ നെടും തൂണാണ് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും. ആ സ്വഹാബികളെക്കുറിച്ച് പഠിക്കാനും ആ സ്വഹാബികളോടുള്ള നമ്മുടെ ബന്ധത്തെ നിലനിർത്താനും നമുക്ക് കഴിയണം. നമ്മുടെ ചെറിയ മക്കൾക്ക്
സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെറിയ സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത് അവരെയാണ്. നമ്മുടെ മക്കൾ അവരുടെ ചെറിയ പ്രായം മുതലേ അലി റളിയല്ലാഹുവിന്റെ ചരിത്രം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആരായിരുന്നു അലി എന്ന്. യുവാക്കൾ മഹാനായ അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അവരുടെ ചരിത്രം നമ്മുടെ യുവാക്കൾ പഠിക്കണം. അവർ മുന്നോട്ട് നയിച്ച ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇന്നത്തെ ഖുതുബയിൽ ഖതീബ് പ്രത്യേകമായി സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളുടെ കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ട ചില നിർബന്ധ ബാധ്യതകളുണ്ട്. എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളുടെ വിഷയത്തിലുള്ള അവൻ്റെ നിർബന്ധ ബാധ്യത? ഒന്നാമത്തേത്, ആ സ്വഹാബികളെ അവൻ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. സ്വഹാബികളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ അഖീദയുടെ അടിസ്ഥാന ഭാഗമാണ്. ഒരു സ്വഹാബിയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസാറുകളും മുഹാജിറുകളുമായ സ്വഹാബികൾ ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ. ഒരു വിശ്വാസിയല്ലാതെ അൻസാരികളോ മുഹാജിറുകളോ ആയ സ്വഹാബികളെ ഇഷ്ടപ്പെടാൻ കഴിയുകയില്ല. ഒരു മുഅ്മിനാണോ അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖ്. ഇനി ആർക്കെങ്കിലും അൻസാരിയോ മുഹാജിറുകളോ ആയ ഏതെങ്കിലും ഒരു സ്വഹാബിയോട് അവൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ, ആ വെറുപ്പ് അവൻ്റെ സംസാരത്തിലോ പ്രവർത്തനയിലോ അവൻ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവനൊന്നെങ്കിൽ മുനാഫിഖായിരിക്കും. അവൻ മുഅ്മിനാണെങ്കിൽ സ്വഹാബികളോട് അവൻ ഇഷ്ടമുണ്ടാകും, ഒരു വെറുപ്പും അവൻ്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല. ഇനി അവൻ്റെ മനസ്സിലോ പ്രവർത്തനത്തിലോ വെറുപ്പുണ്ടെങ്കിൽ അവൻ മുഅ്മിനാവുകയില്ല, അവൻ മുനാഫിഖായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിമിന് ഒന്നാമതായി അവൻ പാലിക്കേണ്ടത് അവരോടും ഇഷ്ടമുണ്ടാകണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വതറളി അൻഹും, അവരുടെ പേര് കേൾക്കുമ്പോൾ തർലിയത്ത് ചൊല്ലുക. റളിയല്ലാഹു അൻഹും അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹുമ. സ്ത്രീകളാണെങ്കിൽ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ തുടങ്ങി അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ തർലിയത്ത് ചൊല്ലുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ വയുബ്ഗിദൂന മാ യുബ്ഗിദുഹും, അതേപോലെ തന്നെ ആ സ്വഹാബികളെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുകയും സ്വഹാബികളെ വെറുക്കുന്നവരെ വെറുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, സ്വഹാബികളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഞാൻ ഇഷ്ടപ്പെടണം, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇനിയോ ആ സ്വഹാബികളെ വെറുക്കുന്ന ആളുകളുണ്ടാകും, ആ സ്വഹാബികളെ കുറിച്ച് മോശമായ വാക്കുകളോ മോശമായ രൂപത്തിൽ പറയുന്ന ആളുകളുണ്ടാകും, അവരെ വെറുക്കുകയും ചെയ്യണം. അത് നമ്മുടെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഖൽബിൽ ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്വഹാബികളെ വെറുക്കുന്ന, സ്വഹാബികളെ മോശമായി ചിത്രീകരിക്കുന്ന, സ്വഹാബത്തിനെ കുറിച്ച് മോശമായി പറയുന്ന ആളുകളെ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇഷ്ടപ്പെടാൻ കഴിയുകയില്ല, അവരെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അതേത് സാഹചര്യത്തിലായിരുന്നാലും, അതാരൊക്കെ തന്നെ ആയിരുന്നാലും. സ്വഹാബികളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടുക, സ്വഹാബികളോട് വെറുപ്പ് കാണിക്കുന്ന, സ്വഹാബികളെ ചീത്ത പറയുന്ന, സ്വഹാബികളെ മോശമായി പറയുന്ന ആളുകളെ നമ്മൾ വെറുക്കുകയും ചെയ്യണം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. മാത്രമല്ല ആ സ്വഹാബികളുടെ നീതിയിൽ, ആ സ്വഹാബികളുടെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ സ്വഹാബികളുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന, അവരുടെ ചരിത്രത്തെ മോശമായി വക്രീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വെറുപ്പായിരിക്കുമെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരുപാട് ആളുകളെക്കുറിച്ച് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ചില ആളുകൾ എന്ത് ചെയ്തു? അവർ അഹ്ലു ബൈത്തിനെ മാത്രം ഇഷ്ടപ്പെടുകയും അഹ്ലുൽ ബൈത്തിൽ പെടാത്ത സ്വഹാബികളെ വെറുക്കുകയും ചെയ്ത ചില ആളുകളുണ്ടായി. ചില ആളുകൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ചില ആളുകൾ അലി റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ മുസ്ലിം സമുദായത്തിൽ വ്യത്യസ്തമായ ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ്? സ്വഹാബികളെല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത്. സ്വഹാബികളെ എല്ലാവരെയും ഒരുപോലെയാണ് ഇഷ്ടപ്പെടേണ്ടതെങ്കിൽ പോലും സ്വഹാബികളുടെ മഹത്വത്തിൽ, അവരുടെ സ്ഥാനത്തിൽ, അവരുടെ മർത്തബയിൽ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ഉമർ ബിൻ ഖത്താബാണ്, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്, പിന്നെ അലി ബിൻ അബി താലിബാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സ്ഥാനങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് നിശ്ചയിച്ചു തന്നതാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എല്ലാ ഇമാമിങ്ങളും ഒരേപോലെ ഏകോപിച്ച കാര്യമാണ്. ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനിടയിലില്ല. ഒന്നാമത്തെ സ്ഥാനം അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ്. രണ്ടാമത്തേത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ്. മൂന്നാമത്തേത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, 4 അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്കാണ്. പിന്നെ അശറത്തുൽ മുബശ്ശിരീനുള്ള ബാക്കിയുള്ള 6 സ്വഹാബികൾ,
പിന്നെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, പിന്നെ ഉഹുദിൽ പങ്കെടുത്ത ആളുകൾ, അങ്ങനെ സ്വഹാബത്തിൻ്റെ സ്ഥാനങ്ങൾ അങ്ങനെയാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ സ്വഹാബികൾ അതേപോലെ ഇഷ്ടപ്പെടാൻ, അവരുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ഒരു കാര്യമാണ് ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബികളെ ചീത്ത പറയരുത് കേട്ടോ, എൻ്റെ സ്വഹാബികളെ കുറിച്ച് നിങ്ങൾ മോശമായി പറയരുത്. കാരണം എന്താ? ഫവല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്തു. ഉഹുദ് മല നമ്മൾ കണ്ടിട്ടില്ല മദീനത്ത്, ആ മദീനത്തുള്ള ഉഹുദ് മലയോളം ഒരാൾ ദാനം ചെയ്താലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, ആ സ്വഹാബികൾ ദാനം ചെയ്ത ഒരു മുദ്ദ് സ്വർണത്തോളം അത് എത്തുകയില്ല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കൈപ്പിടിയോളം സ്വഹാബികൾ ദാനം ചെയ്ത ഒരു മുദ്ദിനോളം ആവുകയില്ല. നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്താലും വലാ നസീഫു, അതിൻ്റെ പകുതി പോലും എത്തുകയില്ല എന്നാണ്. അത്രയും ശ്രേഷ്ഠരാണ്, അത്രയും മഹത്വമുള്ളവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികളെക്കുറിച്ച് മോശമായി പറയാൻ നാം ഒരാളും തയ്യാറാകാൻ പാടില്ല. അങ്ങനെ സ്വഹാബികളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറയുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് സൂചിപ്പിച്ച കാര്യമാണ്, സ്വഹാബികൾക്കിടയിൽ പല ചർച്ചകളും പല തർക്കങ്ങളും പലതും നടന്നിട്ടുണ്ട്. സ്വഹാബികൾക്കിടയിൽ ചില യുദ്ധങ്ങൾ നടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഇടപെടുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽ പെട്ടതല്ല, നമ്മളത് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇദാ റഅയ്ത റജുലൻ യദ്കുറു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും ഒരാൾ മോശമായി പറയുന്നത് കണ്ടാൽ ഫത്തഹിമുഹു അലൽ ഇസ്ലാം, അവൻ്റെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നീ അവനെ സംശയിക്കണമെന്നാണ്. അവൻ മുസ്ലിമാണോ എന്ന് നീ സംശയിക്കേണ്ടതുണ്ട്. അവൻ മുസ്ലിമാണെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്നാണ്. സ്വഹാബികളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറയുന്നത് കേട്ടാൽ, അതിന് ഉദാഹരണങ്ങളൊന്നും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുന്നില്ല, ഞാൻ അടിസ്ഥാനമാണ് പറയുന്നത്. ആരെങ്കിലും സ്വഹാബികളെക്കുറിച്ച് മോശമായി പറയുന്നുണ്ട്, ആ സ്വഹാബി അങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും കുറിച്ച് മോശമായി പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കണമെന്നുള്ളതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സഹോദരങ്ങളെ, ഖതീബ് അവസാനമായി സൂചിപ്പിച്ചത് ആ സ്വഹാബത്തിൽപ്പെട്ടവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ, നമ്മുടെ ഉമ്മമാർ ആ സ്വഹാബികളിൽ പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. ആ സ്വഹാബത്തിൻ്റെ പ്രവാചകൻ്റെ പത്നിമാർ നമ്മുടെ ഉമ്മമാരെയും അതുപോലെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അവരെക്കുറിച്ച് മോശമായി പറയുന്ന ആളുകൾ, അവരെക്കുറിച്ച് മോശമായി പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരോടും ഇതേ സമീപനമാണ് ഒരു മുസ്ലിമിന് സ്വീകരിക്കാനുള്ളത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇത്, വെറുതെ പറഞ്ഞു പോകാനുള്ള കാര്യമല്ല, നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. ആ സ്വഹാബത്തിൽപ്പെട്ട പ്രവാചകന്റെ ഭാര്യമാർ എന്ന് പറയുന്നത് ഇഖ്താറഹുന്നല്ലാഹു അസ്വാജൻ ലഹു ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും പ്രവാചകന്റെ ഭാര്യമാരായി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാർ. അവരെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറയുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചും ഇതേ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഖുതുബയിൽ ഖതീബ് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബത്തിനെ കുറിച്ചുള്ള നമ്മുടെ നിലപാടിനെക്കുറിച്ചാണ് ഈ ഖുതുബയിൽ നാം ഓരോരുത്തരും കേട്ടത്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും ഈ വിഷയത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിലെ ഒരു ചുരുങ്ങിയ ഭാഗമാണ് ഇന്നത്തെ ഖുതുബയിൽ നാം കേട്ടത്. അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, സ്വഹാബികളെക്കുറിച്ച് പഠിക്കാൻ, അവരുടെ ചരിത്രം മനസ്സിലാക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിൻ്റെ കൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാന സിഗാറ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.